ഇന്ന് രാവിലെ തന്നെ ഭയങ്കര ഒരു നെഗറ്റീവ് ഡേ ആയിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇൻസ്റ്റാ പേജ് അടിച്ചു പോയി. എന്താ പ്രശ്നം എന്നൊന്നും അറിയില്ല കേട്ടോ. ഇന്നലെ നമുക്കൊരു രാത്രി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു പാസ്വേഡ് ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് രാവിലെ എണീച്ച് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 10 മണി ഒക്കെ ആയ ടൈമാണ് പെട്ടെന്ന് കയറുമ്പം അതിലിങ്ങനെ ഇതിനെ കാണിച്ചിട്ടുണ്ട് ഡിസേബിൾ ആയി എന്നുള്ളത് ഇങ്ങനെ കാണിച്ചു. അപ്പം എന്താ അതിൻ്റെ റീസൺ എന്നൊന്നും അറിയില്ല. പിന്നെ അതിലാണ് നമ്മൾ കുറേ കണ്ടൻറ്റൊക്കെ ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ആദ്യമുള്ള എത്രയോ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് പിന്നെ സ്റ്റോറിയൊക്കെ ഇട്ട് അങ്ങനെ അതൊക്കെ നമ്മൾ ഹൈലൈറ്റ്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു ഫോണിലില്ല, അത് ഓൾറെഡി എന്താ പറയുക ആ ഒരു അക്കൗണ്ടിലാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ മിസ്സായിപ്പോയി. അതിലൊരു 5000 സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും പോയി. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു അക്കൗണ്ട് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിന് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പീലിന് കൊടുത്തിട്ടുണ്ട്, കിട്ടുമോയെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് അതേപോലെ ഒരു ടീമിനെ നമ്മൾ കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ആൾ വന്നിട്ടില്ല, വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനെങ്ങനെയാണ് അതായത് തിരിച്ചെടുക്കാൻ പറ്റുമോ, എത്ര റേറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം എന്ന് വെച്ചാൽ ആ അക്കൗണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയ അക്കൗണ്ടാണ്. കാരണം എന്താ പറയുക അതിൽ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടും പിന്നെ എന്താ അങ്ങനെ വർക്കിൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് അതിന് ബാക്കപ്പായിട്ട് വേറെ അക്കൗണ്ടും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ആ ഒരു അക്കൗണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലായി ഒരു ബാക്കപ്പായിട്ട് ഒരു അക്കൗണ്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് അടിച്ച് പോകുന്ന ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ഞാനിപ്പോൾ അടുത്തായിട്ട് കുറേ ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ അക്കൗണ്ട് പോയതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും എന്താ ആ ഒരു ഇതിൽ പോയതാണോ എന്നൊന്നും അറിയില്ല. അപ്പം ഇതിലിപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ് അക്കൗണ്ട്. അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ പോകുന്നുണ്ട്, നോക്കണം. ഇനി എന്തായാലും നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അക്കൗണ്ടും കൂടെ ഉണ്ടെങ്കിൽ ബാക്കപ്പ് അക്കൗണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഇഷ്യൂ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര ഒരു വിഷമമായി പോയി രാവിലെ തന്നെ. പിന്നെ നമ്മളെന്താ വെച്ചാൽ ആ ഒരു ഇതിൽ ഇരുന്ന് പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ അങ്ങനെ ആയിപ്പോയി, ഇൻസ്റ്റ അടിച്ച് പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പുതിയൊരു അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ പിന്നെയും അടുത്തത് അപ്പോൾ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയല്ലേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ വോയിസ് ഓവറൊക്കെ ചെയ്യാനുള്ള എഴുതി വയ്ക്കുന്നത്. പിന്നെ അത് അവിടെയാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യാനുള്ളതൊക്കെ എഴുതി ടിക്കറ്റ് പോകുന്നതിന്. അപ്പോൾ അതിൽ ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ളതൊക്കെ എഴുതി വെക്കണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബീൻ ബാഗിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അക്കൗണ്ട് പോയ വിഷമത്തിലാണ്. എന്താ എനിക്ക് പറയാനുള്ളത്? അക്കൗണ്ട് വെച്ചാൽ വെറുതെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കാന്നുള്ള ഇതിലാണ്. മൂഡ് ശരിയല്ല രാവിലെ തന്നെ കരഞ്ഞു മൂങ്ങിട്ടോ. ഇപ്പോൾ കണ്ടായിരിക്കും സീനാണ്. പക്ഷെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അക്കൗണ്ട് ഞങ്ങൾ അപ്പം തന്നെ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി സെയിൽ ആഡ് ഇട്ട്. അതിൻ്റെ മുന്നേ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അത് പക്ഷേ ആ ഡ്രോപ്പ് ഷിപ്പിംഗ് നിർത്തിയിട്ട് ആ അക്കൗണ്ട് അവിടെ ജസ്റ്റ് വെച്ചപ്പോഴാണ് അത് അടിച്ചു പോയത്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് റവന്യൂ ഒന്നും വരുന്നില്ലായിരുന്നു. കാരണം റവന്യൂ ഒക്കെ അതിൽ നിർത്തി വെച്ച ടൈമാണ് അത് പോയത്. അപ്പം നമുക്ക് വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയ അക്കൗണ്ടാണല്ലോ. കാരണം അതിൻ്റെ പുറമെ കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടല്ലോ. 5000 ഫോളോവേഴ്സ് ആയി നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാകും. നമുക്ക് നമ്മൾ എന്ത് തുടങ്ങിയാലും ഇങ്ങനത്തെ ഓരോന്നും ഉണ്ടാകും, പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ പണ്ടത്തെ ബിസിനസ്സിലാണ് വെബ്സൈറ്റ് ഇതേപോലെ അടിച്ചു പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ എന്താ പറയുക നമ്മൾ മറ്റേ ലൂപ്പ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കും. ഒരു ടൈം ഹൈ ആവും, പിന്നെയും ലോ ആവും, പിന്നെയും ഹൈ ആവും, പിന്നെയും ലോ ആവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അതിപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അപ്പം നമുക്കൊരു നല്ല വിഷമം ഉണ്ടാവും. കാരണം അങ്ങനെ പോയല്ലോ എന്നുള്ളതിനാണ്. പ്രിൻറ്റിങ് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കവറിലിടാനുള്ള സിൽക്കി ഉണ്ടല്ലോ, അത് കഴിഞ്ഞു പോയി. അപ്പം അത് പോട്ടർ ഇട്ടുണ്ട്. അവിടുന്ന് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ, അരമണിക്കൂറൊന്നും വേണ്ട, 15 മിനിറ്റിനുള്ളിൽ എത്തണ്ടാവും. അപ്പോൾ അത് എത്തിയിട്ട് അതൊക്കെ കവറിലിട്ട് വെക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ സിൽക്കിന്ന് സൈസ് കുറച്ച് ചെറുതേന്. അപ്പോൾ കുറച്ച് ടാസ്കിന് സൈഡ് കട്ട് ചെയ്തിട്ടൊക്കെ ഇടേണ്ടി വരും. ഈ പ്രാവശ്യത്തെ സിൽക്കി കറക്റ്റ് തന്നെ അവരോട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് സ്റ്റാഫ് വേറെ ആളെ ഇനിയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം അത് റെഡിയാക്കി വെക്കണം. അതാണ് ഇനി അടുത്ത പരിപാടിയുള്ള പ്രിൻറ്റിങ്. ഇനിയും ഉണ്ട് കേട്ടോ പ്രിൻറ്റ് ചെയ്യാൻ. ഇനി അത് വന്നിട്ട് വേണം ബാക്കി പ്രിൻറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കാൻ. അവിടെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ കൊണ്ടു കൊടുത്തപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അവിടെ കൊണ്ടു കൊടുക്കണം. പിന്നെ ഇൻസ്റ്റ അക്കൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കാം. പിന്നെ ആർക്കെങ്കിലും ഫ്രെയിമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. കാരണം കുറേ പോയല്ലോ. അപ്പം ഓരോ വീഡിയോ ആയിട്ട് ഇടാൻ തുടങ്ങിയതുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടോ. ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതാ സിൽക്കി വന്നിട്ടോ. ഇതൊന്ന് നോക്കട്ടെ. നാളത്തെ പോലെ സൈസ് ഇനി മാറിയിട്ടില്ലായിരിക്കുന്നു. ഒരിടത്ത് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് സൈസിലൊക്കെ. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. ഇത് വലുതാണ്. ഒന്നെടുത്ത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനാണ് സൈസ് ഉണ്ടോയെന്ന്, സൈസ് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്.
ഫസ്റ്റത്തെ ലാസ്റ്റത്തെയും വെച്ചിട്ടാണ് ഒരു എന്താ സെല്ലോ ടേപ്പ് വെക്കാം. അതുകൊണ്ട് അത് എടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. പിന്നെ ഈ സെല്ലോ ടേപ്പ് എങ്ങനെ അറിയാണ്ട് ഏതെങ്കിലും പ്രിൻറ്റിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റിയെടുക്കേണ്ടി വരും. അതാണ് ഇത് വലിയ സൈസാണ് കേട്ടോ. എന്തായാലും 3 ഇതെന്തായാലും കയറും. എന്താ വെച്ചാൽ ഈ ഒരു സാധനം ഇട്ടാലും ഇത്രയും സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ ഫ്രെയിം അതായത് 3 ഫ്രെയിം ഇട്ടാലും കുറച്ച് സ്ഥലം ബാക്കിയുണ്ടാവും. അപ്പോൾ അങ്ങനെ മടക്കിയൊക്കെ വെച്ച് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ഗാലറി സെറ്റൊക്കെ വരുമ്പോഴേ കുറേ ഫ്രെയിം ഒരുമിച്ച് ഇടാൻ പറ്റും. മറ്റൊന്ന് വെച്ചാൽ 2-3 ഫ്രെയിം എടുത്ത് അപ്പോൾ ഞാൻ നീങ്ങി കളിച്ച് അങ്ങനെ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ പാക്ക് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ അത് റെഡിയായി. ഇവിടെ നല്ല മഴ പെയ്യാൻ പോവാം കേട്ടോ. ഇരുട്ടായി കിടക്കുന്നുണ്ടോ? ഇപ്പോൾ പെയ്യുന്നുള്ള അവസ്ഥ നിൽക്കാം. ഞാനിത് അവിടെ എപ്പോഴും പ്രിൻ്റ് ചെയ്ത് കൊണ്ട് നിൽക്കാം കേട്ടോ. പ്രിൻറ്റിങ് അങ്ങോട്ട് കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇനിയിങ്ങനെ പ്രിൻ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഓനോടെ പാക്ക് ചെയ്യുന്നുണ്ട്, പാട്ട് വെച്ചിട്ടുണ്ട്, സൗണ്ട് ചെറുതായിട്ട് കേൾക്കുന്നുണ്ടാവും. അപ്പം അതൊക്കെ ചെയ്യട്ടെ. എന്നാൽ മഴ പെയ്തിട്ടോ ഭയങ്കര ഇരുട്ടായിട്ട്. ഇനിയിപ്പോൾ ഫോണിൽ കളിക്കുമ്പോൾ കുറച്ചുകൂടി വെളിച്ചുണ്ട്. നേരത്തെ നല്ല മഴയൊക്കെ പെയ്ത് കറണ്ടൊക്കെ പോയിരിക്കും കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ഇരുട്ടത്തേന് അപ്പം ഞാൻ പാക്കൊക്കെ ചെയ്തു. അപ്പോൾ ഫോണിൽ ചാർജും ഇല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ആ കറണ്ടൊക്കെ വന്ന് ചാർജ് ചെയ്യാനിട്ട് എല്ലാം കഴിഞ്ഞ് ഇവിടെ അതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻ സാധനമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചത് കേട്ടോ. ഇപ്പം മഴ ഇല്ലാന്ന് തോന്നുന്നു, ഇവിടെ ഇരുടായി കിടക്കുകയാണ്. ഇവിടെ ലൈറ്റ് ഇട്ടുകൊണ്ടേ പുറത്തേക്ക് കാണില്ല. അപ്പോൾ മഴ ചെറുതായിട്ട് ചോർന്നുണ്ട്. അപ്പോൾ വേഗം പോയത് ഡിസ്പാച്ച് ചെയ്യട്ടെ. ഇനിയിപ്പോൾ മഴ ഇനി അടുത്ത പെയ്താൽ പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ അഡ്രസ്സ് ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടേക്ക് ചിലപ്പോൾ വെള്ളമാവും. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റെയിൻകോട്ടൊക്കെ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കാം കേട്ടോ. ഇവിടെ പിന്നെയും കറണ്ട് പോയി. നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറണ്ട് വരുമെന്ന് വിചാരിക്കട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്പാച്ച് ഒക്കെ ചെയ്ത് വന്നിട്ടോ. ചെറുതായിട്ട് മഴ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മേലെ കുറച്ച് നനഞ്ഞുണ്ട്, അധികം നനഞ്ഞില്ല. കുറച്ച് ജീൻസിൻ്റെ അടിയിൽ പിന്നെ കയ്യിൻ്റെ അവിടെ കുറച്ച് നനഞ്ഞു.